നമുക്ക് കോട്ടയം ജില്ലയുടെ കാര്യം നേരത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. തീക്കോയി അടക്കമുള്ള ഇടങ്ങളിൽ വളരെ രൂക്ഷമായ സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ പാലായിൽ നിന്ന് അരുൺ ശങ്കർ ചേരുകയാണ്. അരുൺ, പാലാ നഗരത്തിലേക്ക് തന്നെ ഈ മഴക്കെടുതിയുടെ രൂക്ഷത എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മലയോര മേഖലകളിൽ മഴ ഇപ്പോഴും തുടരുകയാണോ? എന്താണ്? കോട്ടയം ജില്ലയാണ് ഏറ്റവും വേഴ്സ് അഫക്റ്റഡ് എന്ന് പറയാവുന്ന സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണല്ലോ. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? തീർച്ചയായിട്ടും ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ മിക്ക സ്ഥലങ്ങളിലും വെള്ളം കയറി കിടക്കുകയാണ്. ഇപ്പോൾ മീനച്ചൽ തോടാണ് ഇത്. കുറ്റിലം എന്ന സ്ഥലത്ത് മീനച്ചൽ തോട് കരകവിഞ്ഞൊഴുകുകയാണ്. സമീപത്തെ റോഡിലേക്ക് വെള്ളം കയറി ഒഴുകുന്നു. ഇതോടുകൂടി ഈ പ്രദേശത്തെ ഒരുപാട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. നമുക്ക് നാട്ടുകാരോട് തന്നെ സംസാരിക്കാം. ഇത് ഈ ഒരു അവസ്ഥ കൂടുവാണോ അതോ കുറയുവാണോ? ഇപ്പോൾ വെള്ളം ഇറങ്ങുക. ഇപ്പോൾ ഒരുപാട് വീട്ടുകാർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. ഉണ്ട്. ഇവിടെ ഒരു 10-40 വീടുകൾ ഒറ്റപ്പെട്ടു പോയി. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. അതെ, പുറത്തിറങ്ങാൻ കഴിയല്ല. എല്ലാ വർഷവും ഉള്ളതാണോ? എല്ലാ വർഷവും ഉള്ളതാണ്. 2-3 തവണ വരുന്നതാണ്. ഇതിപ്പോൾ ഈ പാലമൊക്കെ മുങ്ങി പോകാറുണ്ടോ? ഇല്ല, പാലത്തിന് മേലെ കൂടെ കയറി ഒഴുകാറുള്ളൂ. ഒന്ന് ഒഴുകിയിരുന്നോ? ഇന്ന് രാവിലെ അരടി വെള്ളം മുകളിൽ കയറി ഒഴുകി. ഉണ്ടായിരുന്നു. ഇവിടൊക്കെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ഇപ്പം വേറെ നടന്നു പോകാനൊക്കെ വരുള്ളൂ. പിന്നെ അതിൽ കൂടെ അങ്ങോട്ട് വഴിയുണ്ട്, അതിൽ കൂടെ പോകാൻ കിട്ടുള്ളൂ. അങ്ങോട്ടേക്ക് മൊത്തം വെള്ളം കയറി കിടക്കുമല്ലേ? പള്ളിക്കത്തോടെ പോകത്തുള്ളൂ. പള്ളിക്കത്തോടെ പോകത്തുള്ളൂ. അതിലെ കൂടെ ഈ വെള്ളം എങ്ങോട്ട് ഒഴുകി പോന്നേ? ഇത് മീനച്ചിലായിട്ടുണ്ട്. മീനച്ചിലാലും കരകവിഞ്ഞ് ഒഴുകുകയാണ്. കണ്ടില്ലേ? അതെ. അപ്പോൾ ഈ മീനച്ചിലാറും കരകവിഞ്ഞൊഴുകുകയാണ്. അങ്ങനെയാണ് പാലാ നഗരത്തിലേക്ക് വെള്ളം കയറിയത്. അങ്ങോട്ടേക്കാണ് ഈ വെള്ളം മുഴുവൻ ഒഴുകിപ്പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ വെള്ളക്കെട്ട് ഇനിയും രൂക്ഷമാകാനുള്ള സാധ്യതയാണുള്ളത്. മഴ മാറി നിൽക്കുകയാണ്. അതൊരു ആശ്വാസമല്ലേ? മഴ മാറി നിൽക്കുകയാണല്ലേ? അതെ, മഴ ഇപ്പം മാറി നിൽക്കുകയാണ്. വെള്ളം കൂടുവാണ്. അതെ, വെള്ളം കൂടുവാണ്. മീനച്ചി ആറ്റിൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നഗരത്തിൽ മൊത്തം വെള്ളം കയറി. നഗരത്തിൽ പല ടൗണൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. എന്താ ഇവിടെ ഇങ്ങനെ വെള്ളം ഇനി കയറുമോ? എന്താ അവസ്ഥ? മഴ പെയ്താൽ ഇനിയും കയറും. കാരണം ആറ്റിൽ നിറച്ച് വെള്ളം നിൽക്കുമല്ലേ, അതുകൊണ്ട് തള്ളി പോകത്തില്ല. ഇനി മഴ പെയ്തെങ്കിൽ ഇവനും പ്രശ്നമാണ്. ഇതിനേക്കും തള്ളലുണ്ടാവുന്നതാണ് അവിടെ ഉണ്ടാവും. ഇത് ആറ്റിലെ വെള്ളം കുറഞ്ഞില്ലെങ്കിൽ മഴ പെയ്താൽ ഉറപ്പായി ഇനി വെള്ളം കയറും. അതാണ് ഒരു ആശങ്കയുണ്ട്. അതിനകത്ത് ആശങ്കയുണ്ട്. പിന്നെ ഹൈവേയിലേക്ക് കയറുമോ? ഹൈവേയിൽ ഇവിടെ രാവിലെ ഒരു മുട്ടപ്പത്തിന് താഴെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയതാണ്. ഇനി മഴ പെയ്തെങ്കിൽ ഇനി അവർക്ക് കൂടുതൽ വരും. നമ്മളൊക്കെ കടയാണ്, അതിൻ്റെ ഓരോ കടയാണ്. അപ്പോൾ ഞങ്ങളുകൊണ്ട് രാവിലെ 4 മണി തൊട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. വെള്ളം കയറി എടുത്ത് മാറ്റണ്ടേ? കയറിയിട്ടില്ല എന്തായാലും അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിനൊക്കെ ഇതിൻ്റെ ഒരു പകുതി ഭാഗത്ത് ആ കടയുടെ ഒരു പകുതിയോളം കയറി വന്ന വെള്ളം എല്ലാ പ്രാവശ്യം റോഡിലോട്ട് കയറുന്നതാണ്. ഞങ്ങൾ പ്രതീക്ഷയോടെ വെള്ളം മഴ പെയ്തെങ്കിൽ ഒരുപാട് വീടുകൾ കാണുന്നല്ലോ. പക്ഷെ അവർക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അല്ല, ഇപ്പം 4 സൈഡിൽ നിന്നുള്ള വഴി ബ്ലോക്കാണ് അവിടെ. ഇപ്പോൾ ഇത് അങ്ങോട്ടൊരു വഴിയുണ്ട്, അങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടെല്ലാം വെള്ളം ചുറ്റിക്കിടക്കും അവിടെ. ഒക്കെ പ്രശ്നത്തിലാണ്. അപ്പോൾ ഇവിടെ 10-40 കുടുംബങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അവർ ആ വീടുകൾക്ക് ചുറ്റും വെള്ളം കയറി കിടക്കുകയാണ്. അത് വലിയൊരു ദുരിതാവസ്ഥയെ തന്നെയാണ്. കാരണം അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇപ്പോൾ ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പുറത്തു കൊണ്ടുവരാൻ വലിയ പ്രയാസമായിരിക്കും. എന്തായാലും നിലവിലുള്ള വെള്ളം ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മീനച്ചൽ തോട് ഒഴുകി ചെല്ലുന്നത് മീനച്ചൽ ആറ്റിലേക്കാണ്. നിലവിൽ തന്നെ മീനച്ചൽ ആറ്റിൽ വലിയ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. ഈ തീക്കോയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള വെള്ളമാണ് മീനച്ചൽ ആറിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ വെള്ളമാണ് കയറി നഗരത്തിൽ കയറുകയും നഗരം ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് വീണ്ടും വെള്ളം കയറാനുള്ള സാധ്യതയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്നുള്ളത് ഈ പ്രദേശത്തെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. പക്ഷേ സമീപ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലൊക്കെ തന്നെ ഈ പാലാ നഗരത്തിലും അതോടൊപ്പം സമീപ പ്രദേശങ്ങൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പാലാ നഗരത്തിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈരാറ്റുപേട്ടയാണ് ആ മേഖലയിൽ ഏറ്റവും അധികം ബാധിക്കപ്പെട്ടിട്ടുള്ള സ്ഥലം. അതിശക്തമായ മഴയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിലെയും അതേപോലെ തന്നെ ഇടുക്കി ജില്ലയെയും ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴ ഇപ്പോഴില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ